നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ലൈവ് അപ്ഡേറ്റ്. പറഞ്ഞ പോലെ ലൈവ് കുറച്ച് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. എടാ ഒറ്റയ്ക്ക് കളിക്കടാ. ഒരാളെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളോട് കളിക്കണം, ബിഗ് ബോസിൽ ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കടാ. അല്ലാണ്ട് ഡേർട്ടി പൊളിറ്റിക്സ് കളിച്ചിട്ടോ ഗ്രൂപ്പിസം ചേർന്നിട്ട് അല്ല കളിക്കുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കാനല്ലേ ബിഗ് ബോസിലേക്ക് വലിയ ആൾക്കാരായിട്ട് ഉള്ളിൽ കയറി പോയിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കഷ്ടം. ഏറ്റവും വൃത്തികെട്ടവനായിട്ട് ഇന്നത്തെ വൈകുന്നേരത്തെ പൊളിറ്റിക്സ് കളിയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഒനിയിലാണ് കേട്ടോ. സീരിയസ്ലി ഞാൻ അവനെങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞ സമയത്ത് ഇവൻ കുറച്ചൊരു നേരും നെറിയുള്ളവനാണെന്ന് മനസ്സിലാക്കി. പക്ഷേ അവനവിടെ വേണ്ടിയിരുന്നത് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറെ അവിടുന്ന് തട്ടി ഒഴിവാക്കണം. നേർക്ക് നേരെ നിന്ന് സംസാരിച്ചിട്ടോ ഫൈറ്റ് ചെയ്തിട്ടോ പരിപാടി കാണിച്ചിട്ടോ ഇവരോട് ജയിക്കാൻ പറ്റില്ല. ഇനി എന്ത് തന്നെ സ്ട്രാറ്റജി ആയിക്കോട്ടെ അനീഷ് ഉപയോഗിക്കുന്നത്, ആ സ്ട്രാറ്റജിക്ക് മുന്നിൽ ഡേ 1 മുതൽ അടി പതറിയിട്ടുള്ള എല്ലാവരെയും കണ്ടു അല്ലേ. ആ ടോട്ടൽ വന്നിട്ടുള്ള എല്ലാ എണ്ണവും ആകെ അനീഷിൻ്റെ മുന്നിൽ അവരുടെ യാതൊരു അടവും ചിലവായിട്ടില്ല. അപ്പോൾ ആ ഒരു സംഗതി കൊണ്ടുപോയി അവസാനം അനീഷിനെയും ശാരികനെയും, അനീഷിനെ മെയിനായിട്ട്, ശാരികയല്ല ടാർഗറ്റ് ഇവിടെ അനീഷാണ്, അനീഷിനെ പുറത്താക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഇതിൻ്റെ പുറത്ത് മെയിനായിട്ടൊരു കളിക്കാരൻ ഇരിക്കുന്നുണ്ട്. ഇതുവരെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറാത്ത പുറത്ത് അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരാൾ, ഇപ്രാവശ്യം ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് ഞാൻ കരുതുന്ന വ്യക്തി ബിഗ് ബോസ് ആണ്. നമ്മുടെ വലിയ മുതലാളി ഉണ്ട്, ബിഗ് ബോസ് ഉണ്ട്, ഏറ്റവും അടിപൊളി പ്ലെയറായിട്ട് പുറത്തുണ്ട്. മൂപ്പര് എല്ലാവിധ പ്ലോട്ടുകളും പൊളിച്ചടക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്ന് പറയുന്ന സമയത്ത് മിക്കവാറും ബിഗ് ബോസിൻ്റെ വക ഒരു സർപ്രൈസ് ആയിട്ടൊരു കളി പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്നറിയോ, ഇന്ന് വൈകുന്നേരം കലാവിരുന്ന് എന്ന് പറഞ്ഞിട്ട് ടാസ്ക് ഉണ്ടല്ലോ. അവസാനം 6 പേരെ പുറത്താക്കുന്നതിൽ 6 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തിട്ട് അജ്ഞാതവാസത്തിന് അയക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഡാർക്ക് റൂം അല്ലെങ്കിൽ ഡാർക്ക് അണ്ടർഗ്രൗണ്ടോ ഇങ്ങോട്ട് അയക്കുന്നതിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായല്ലോ കലാവിരുന്ന്. അതിനെക്കുറിച്ചാണ് നമ്മളെ വീഡിയോ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് അന്തസ്സായിട്ട് കളിക്കണം അല്ലേ, അന്തസ്സായിട്ട് ഡിസിഷൻ എടുക്കണം. പോട്ടെ, ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം ഈ കലാവിരുന്ന് കണ്ടതിന് ശേഷം. ഞാൻ ഓരോരോ കേസായിട്ട് വരാം. ഫസ്റ്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എന്താണ് ടാസ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവർക്കായിട്ട് വളരെ ക്ലിയർ ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ 6 പേര് എലിമിനേഷനിൽ വന്ന് നിൽക്കുന്ന മിഡ് വീക്ക് എവിക്ഷൻ, മിഡ് വീക്ക് ഡാർക്ക് റൂം, താൽക്കാലിക അജ്ഞാതവാസത്തേക്ക് വന്ന് നിൽക്കുന്ന 6 പേരുണ്ടല്ലോ. ഈ 6 പേർക്കും ഈ 2 പേരെ സെലക്ട് ചെയ്യാം. ഈ 2 പേര് വന്നിട്ട് പെർഫോം ചെയ്യുന്നു. ഈ 2 പേര് വന്നിട്ട് അവരുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ജഡ്ജ് ചെയ്യണം. ഈ 6 പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് അവരുടേതായ രീതിയിലുള്ള തനത് കലാരൂപങ്ങളല്ല, കുറച്ച് പാട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ പാട്ടിനനുസരിച്ച് അവർ പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു പരിപാടി അവിടെ അവതരിപ്പിച്ചു. അല്ല, സത്യം പറയാലോ 6 ആൾക്കാരും നന്നായി അവതരിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ അവരൊന്നും കുറ്റം പറയാൻ ആരുമല്ല. അവരവരുടെ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ചുരുങ്ങിയ 6 മിനിറ്റ് സമയം കിട്ടിയിട്ടുള്ള ആ സമയത്തിനുള്ളിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ 6 പേരും അവിടെ പെർഫോം ചെയ്തു പോയി. പെർഫോമൻസിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഒരു പരിപാടി നമ്മൾ കാണുന്ന സമയത്ത്, ഒരു കലാരൂപം നമ്മൾ കാണുന്ന സമയത്ത് പല രീതിയിലാണ് ആസ്വദിക്കല്ലേ. പ്രത്യേകിച്ച് ബിഗ് ബോസിനുള്ളിലത്തെ ഒരു കലാരൂപം അതുപോലത്തെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ആസ്വദിക്കുക അതിലൊരു ചിരിയുടെ എലിമെൻറ്റ് വരുന്ന സമയത്താണ് അല്ലേ. ആ ചിരിയുടെ എലിമെൻറ്റ് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് തന്നെ വരുന്ന സമയത്താണ്. നേരെ മറിച്ച് എന്തെങ്കിലും പുറത്ത് 6-ാം തമ്പുരാനത്തിൻ്റെ ഡയലോഗ് പറഞ്ഞ ഒരാളോ അല്ലെങ്കിൽ മമ്മൂക്കാൻ്റെ സിനിമയിൽ അങ്ങനത്തെ ഇതൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ നിൽക്കുക ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കിടക്കുന്ന ആരുടെയെങ്കിലും മാനറിസംസോ അല്ലെങ്കിൽ അതിൽ വരുന്ന പഞ്ച് ഡയലോഗുകളോ സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് അതിനോട് ഏറ്റവും കൂടുതൽ തോന്നുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ പോലുള്ളൊരു വ്യക്തി, ഞാനൊക്കെ ചിരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ചിരിച്ചു എന്ന് തോന്നിയിട്ടുള്ളത് അതുപോലുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ചെറിയൊരു ക്രിയേറ്റിവിറ്റിയും കൂടി കൊണ്ടുവന്നിട്ട് whatever. ബിഗ് ബോസ് ഈ ഒരു സംഭവം ഇന്ന് വൈകുന്നേരത്തെ ടാസ്ക് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവരുടെ പെർഫോമൻസ് കാണിക്കാനോ ഇവരുടെ കഴിവുകൾ പുറത്ത് കാണിക്കാനല്ല, പക്ഷെ നേരെ മറിച്ച് ആ 6 ആൾക്കാരിൽ പുറത്താക്കാനല്ല, ആ 6 ആൾക്കാരിൽ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ ഇൻവോൾവ് ആണ്. ഈ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫാക്ടർ ചുറ്റിപ്പറ്റി റൗണ്ട് അടിച്ചിട്ട് അനീഷിനെ എങ്ങനെയെങ്കിലും ചവിട്ടി താത്തി കുഴിയിൽ അടക്കം ചെയ്യാൻ കണക്കാക്കി നിൽക്കുന്ന ബാക്കി 5 പേരുടെ അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കളിയും പെർഫോമൻസും എങ്ങനെ ഇരിക്കുന്നു കാണാൻ വേണ്ടി മാത്രമാണ് ഒരു ടാസ്ക്കായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആ ഒരു രീതിയിലാണ് ഈ പരിപാടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള 5 എണ്ണവും ഒത്തുകൂടി സിംഗം സിംഗിളാവരും പന്നിങ്ക കൂട്ടമായി വരും എന്നൊക്കെ പറഞ്ഞ മാതിരി അനീഷ് സിംഗാണെന്ന് പറയല്ല. പക്ഷെ എന്നാലും ഇത്രയും ദിവസത്തെ പരിപാടി വെച്ച് നോക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ വെറുപ്പിച്ചിട്ടാണെങ്കിലും കോണ്ടന്റ് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. പിന്നെ എവിടേക്കും അയാൾക്കൊരു നിഷ്കളങ്കത ഉണ്ടോയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. ചില സമയത്ത് അയാളുടെ ഉള്ളിലൊരു നിഷ്കളങ്കനാണെന്ന് തോന്നുന്നത്. നിഷ്കുവാണോ സംശയമുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ അയാൾ
ഗെയിമിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള വെറുപ്പിക്കൽ സ്വഭാവം എടുക്കുക. എന്ന് വെച്ചാൽ അതിലൊരു മെഴുകണ ക്യാരക്ടറല്ല. നമ്മൾ നോക്കുന്ന സമയത്ത് പിന്നീട് ലാലേട്ടൻ്റെ മുന്നിൽ ചെന്ന് മെഴുകുക അങ്ങനത്തെ പരിപാടി ഒരു ഡബിൾ എന്താ പറയുക ഒരു കപടമുഖമായിട്ട് ഉള്ളിലൊരു വിഷം നിറച്ച് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് എന്തുകൊണ്ടോ അനീഷിനെ തോന്നുന്നില്ല തൽക്കാലം ഈ നിമിഷത്തിൽ കേട്ടോ. അപ്പോൾ നമ്മളെ പരിപാടിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വന്നിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ജയറാമേട്ടനും ബാക്കി എല്ലാവരും കൂടി സമർ ഇൻ ബത്ലഹേമിൽ ഇത് വെച്ചിട്ടുള്ള അക്ബർ. സ്വാഭാവികമായിട്ടും കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു, കേട്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. അക്ബർ നല്ല ടാലൻറ്റഡ് സിംഗറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഡ്ജ് എന്തോ എന്നാലും അക്ബറിനുണ്ടായിരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ അനുമോളും ഉണ്ടായിരുന്നു. നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിരുന്നു. സ്പെഷ്യലി അതിലെൻ്റെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് നീ എന്താ എന്നെ നോക്കാത്ത എന്ന് ചോദിക്കുന്ന സമയത്ത് അക്ബറിൻ്റെ ഡയലോഗ് അടിപൊളിയാക്കി ഇടുക്കി. കാരണം വെച്ചാൽ എനിക്ക് നിന്നെ നോക്കണം എന്നുണ്ട്, പക്ഷെ എൻ്റെ നോട്ടം ശരിയല്ല എന്ന് നീ പറഞ്ഞു എന്ന്. അത് നല്ല സൂപ്പറായിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി ഡയലോഗായിരുന്നു. ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ളത് നമ്മുടെ നെവിനും ഷാനവാസും. എനിക്ക് ഇവരുടെ പെർഫോമൻസിൽ നെവിൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ല തോന്നി. കാരണം നെവിൻ്റെ ഒരു പണ്ടത്തെ ഒരു ആൽബം സോങ് ഇറങ്ങിയിട്ടുണ്ട്. ആൽബം സോങ് അല്ല, മറ്റേ നമ്മുടെ അഭിഷേക് ജയദീപ് ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നിട്ടുള്ള അഭിഷേക്, മറ്റേ ഇവരെ കൂടെ നടക്കണ്ടല്ലോ ആ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ, മറ്റേ ബിസിനസ് ക്ലാസ് ജാൻമണി അല്ല എക്കണോമിക് ക്ലാസ് ജാൻമണി, ബിസിനസ് ക്ലാസ് ജാൻമണിൻ്റെ കൂടെ നടക്കുന്ന അഭിഷേക് ജയദീപിൻ്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുള്ള ചെറിയൊരു ഫുട്ടേജ് ഉണ്ട്. ആ ഒരു സെയിം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം കളിച്ച പോലെ തോന്നി. കുഴപ്പമില്ലായിരുന്നു. നെവിൻ നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഷാനവാസ് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, എന്നാലും കുറച്ച് ഒപ്പിച്ച് വെച്ചു. പക്ഷേ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പെർഫോമൻസ് സീരിയസ്ലി നമ്മൾ അധികം ആൾക്കാർക്ക് പ്രതീക്ഷ കൊടുക്കാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശൈത്യ. സ്വാഭാവികമായിട്ടും ശൈത്ര ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല, എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല, കാരണം അത്രയും ദിവസം ശൈത്യം ഒന്നും തന്നിട്ടില്ല. ശൈത്യ നൂറ കോമ്പിനേഷനിൽ ശൈത്യ നല്ല അടിപൊളിയായി ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ശൈത്യ. പക്ഷേ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ് എൻ്റെ റിസൾട്ട് ഉണ്ടായത്. നമുക്ക് അതിലേക്ക് വരാം. ഈ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീരിയസ്ലി. കാരണം എന്താ വെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എവിടേക്കോ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നിഷ്കളങ്കത ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഏതെങ്കിലും വീഡിയോയിൽ ആരെങ്കിലും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചങ്ങാതിൻ്റെ PR ആയി. കഴിഞ്ഞ വീഡിയോയിൽ 2 വീഡിയോ മുന്നേ ഞാൻ ഷാനവാസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ എക്സ്പോസ് ചെയ്തപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇപ്പം കഴിഞ്ഞ ടാസ്കിൽ ഷാനവാസ് റെനേനോട് സംസാരിച്ചിട്ടുള്ള സംഭവം എനിക്ക് എന്തോ കണക്ട് ചെയ്യാൻ പറ്റി. രക്ഷിതാവ്, ഈ ഒരു പ്രായം, 80s ബോൺ, ഈ ഒരു എല്ലാ പരിപാടികളും ചിന്തിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് ഷാനവാസ് ഇതായി പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഷാനവാസിൻ്റെ PR ആക്കി. ഇനിയിപ്പോൾ ഇതിലെന്ന് ആരെ PR ആക്കും എന്നുള്ളത് അറിയില്ല. കണ്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ പെർഫോമൻസ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് മൊമെൻറ്റ് ഇംപ്രവൈസേഷൻ എന്നുള്ള കണ്ടീഷനിൽ ക്രിയേറ്റീവായിട്ട് അവിടെ അനീഷിനെ തന്നെ, അവരുടെ ടീമിൽ നിൽക്കുന്ന അനീഷിനെ തന്നെ കണ്ടോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ ഈ ഒരു ആക്ട്. അനീഷ് വളരെ എന്താ പറയുക, വളരെ നിഷ്കളങ്കമായി എൻജോയ് ചെയ്ത പോലെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ എന്ന് വെച്ചാൽ അനീഷിനെ തന്നെ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സീക്വൻസ് ഭയങ്കര രസമായിരുന്നു. ഒപ്പം ഇരിക്കുന്നവളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ലോണം ചിരിച്ചിരിക്കുന്നതിന്, നല്ലോണം ചിരിച്ചിരിക്കുന്നുണ്ട്. എണീറ്റ് നിന്നിട്ട് വളരെ നിഷ്കളങ്കമായിട്ടുള്ള അനീഷിൻ്റെ കയ്യടിയും കാര്യങ്ങളൊക്കെ. ഇത് നോക്കൂ, ഇവർ പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ ഒക്കെ മുഖം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ദർ ആൾ വെരി മച്ച്, അതായത് അതിന് മുന്നേ ഇവർ വിചാരിക്കുമെങ്കിൽ കൂടി അവിടെ അനീഷ് എന്നൊരു ഫാക്ടറിനെ ചിന്തിക്കാതെ ആ പെർഫോമൻസ് കണ്ടിട്ട് അത്രയും ഭയങ്കര ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട്, സരികയുടെയൊക്കെ പൈസ ഉണ്ടോ, ഒനീലിൻ്റെയൊക്കെ പൈസ ഉണ്ടോ, റെനയുടെയൊക്കെ എല്ലാവരും, രേണു എല്ലാവരും ഇരിക്കുന്നവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പക്ഷെ അപ്പോൾ ആ പെർഫോമൻസ് കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അനീഷിനെ പോലൊരു വ്യക്തി, ഇവരുടെ ശത്രുവായിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന അനീഷിനെ പോലെ ഒരു വ്യക്തിനെ മോക്ക് ചെയ്തും കൊണ്ട് കളിയാക്കിക്കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ സ്കിറ്റ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് കയ്യടി ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കയ്യടിയെ കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് പെർഫോമൻസ് വൈസ് ഓക്കെയാണ്. എനിക്കെന്തോ ഐ ഡോണ്ട് നോ വൈ എനിക്ക് ഈ 2 എണ്ണം കൂടി ഒരു ഫ്രെയിമിൽ വരുന്നത് ഇഷ്ടമല്ല. ഐ എം റിയലി സോറി. എനിക്ക് ആര്യനെ ഇഷ്ടമാണ്, എനിക്ക് ഈ ജിസേലിനെ ഇഷ്ടമാണ്. 2 എണ്ണം കൂടി ഒരു ഫ്രെയിമിൽ വരുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിരിക്കാം ഒരു പക്ഷേ. കാരണം എന്താണെന്നറിയോ, 18 എണ്ണം മലയാളം ബിഗ് ബോസിലും ബാക്കി 2 എണ്ണം ഹിന്ദി ബോളിവുഡിലെ ബിഗ് ബോസിലും കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വെറും ഹിന്ദി മാത്രമേ ഉള്ളൂ. നമുക്ക് ഹിന്ദി മനസ്സിലാവേണ്ടല്ലോ, ഹിന്ദിക്കാരനെ അടിച്ചു പൊളിയിട്ട് അവസരമായിട്ട് വെട്ടിപ്പായിട്ട് മനസ്സിലാവും. പക്ഷേ ഇത് മലയാളം ബിഗ് ബോസ് ആണ്, അതിന് അതിൻ്റെതായ ഒരു സംഭവമുണ്ട്. ഇത് ഇപ്രാവശ്യം നിർബന്ധമായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കാൻ വേണം, അതിൽ യാതൊരു വിധ സംശയമില്ല. എനിക്ക് ഇവരുടെ പെർഫോമൻസ് എന്തോ അത്ര അങ്ങോട്ടൊരു ഭയങ്കര സംഭവമായി തോന്നിയില്ല. പിന്നെ ചില മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിച്ചു. പോട്ടെ, അഭിനയല്ലേ. ഇത് കണ്ടിട്ട് വണ്ടറടിച്ചിരിക്കുകയായിരുന്നു ഈ ചങ്ങായി. സത്യം പറയാലോ, ഒനീൽ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഭവം, ആ ഒരു പാട്ടിൻ്റെ ആംബിയൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ വണ്ടറടിച്ചിരിക്കുന്ന ഒനീലിനെയാണ് അവിടെ കണ്ടിരുന്നത്. നല്ല എക്സ്പ്രഷനൊക്കെ ആയിരുന്നു എൻ്റെ. പിന്നെ പ്രത്യേകിച്ച് ലാസ്റ്റ് ആ കോട്ട് ഊരിയിട്ടുള്ള പ്രകടനം കൂടി ആയ സമയത്ത്
അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പ്രകടനം കൂടി ആയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സെക്കൻഡ് ഇരുന്ന് പോയി. അതുകൊണ്ട് പക്ഷേ എനിക്കറിയില്ല, പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതിനേക്കാൾ ഒന്നും കൂടി നന്നായിട്ടുള്ള പെർഫോമൻസ് മറ്റൊക്കെയാണ്. ഇതെല്ലാം കഴിയുന്ന സമയത്തുള്ള നമ്മുടെ ഒനിയലിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ അപ്പാനിയും പിന്നെ ബിന്നിയും നന്നായി കളിച്ചു കേട്ടോ. അപ്പാനി പിന്നെ വെച്ചാൽ ഡാൻസറാണ്, അവൻ തന്നെയാണ് ഈ ഒരു സോങ്ങിന് വേണ്ടി പെർഫോം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇത് ഞാൻ അവനോ ഹീ ക്യാൻ ഡു ഇറ്റ്, ദാറ്റ്സ് ലൈക്ക് ഈ പ്രൂവ് ചെയ്ത വ്യക്തിയാണ്. ബിന്നി അതിനനുസരിച്ച് നന്നായി കളിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു ബിന്നിയുടെ ഡാൻസ് കേട്ടോ. ബിന്നി നന്നായി കളിച്ചു. അപ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ശാരികയുടെ മുഖം അവിടെ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫുൾ ടൈം ശാരികയുടെ ഫേസ് ഇതിലേക്ക് ഇങ്ങനെയായിരുന്നു, കടന്നിൽ കുത്തിയ പോലെയായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയും കുശുമ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പിലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് മറ്റേ ഇവൻ്റെ ഡാൻസാണ്, ചങ്ങാതിരെ അഭിലാഷിൻ്റെ പേര് വെച്ചാൽ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അഭിലാഷ് നല്ല ഡാൻസറാണ്. ഞാൻ അവനെ ഈ സ്റ്റെപ്പ് അല്ലാതെ വേറെ ഒന്നും കളിക്കുന്നത് കണ്ടിട്ടില്ല. ഗോയിങ് ഫോർവേഡ് ചിലപ്പോൾ ബിഗ് ബോസിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ കാണാൻ ഒരു താല്പര്യമുണ്ട്. പിന്നെ എനിക്കെന്താ വെച്ചാൽ ഇവളുടെ മാർഗ്ഗംകളി പാട്ട് എനിക്ക് അത്ര ഒരു ചില അത് സ്വാഭാവികമായിട്ടും അവർ ഡിസ്ക്വാളിഫൈ ആയി, കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ യഥാർത്ഥ കലാപരിപാടി വന്നിട്ടുള്ളത് കഴിഞ്ഞിട്ടാണ്. കാരണം വെച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അടിപിടിയും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. യെസ്, ഈ ഫ്രെയിം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫ്രെയിം, അവിടെ അനീഷിൻ്റെ ഇരുത്തം കണ്ടാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് അനീഷിൻ്റെ മനസ്സിലൂടെ പോകുന്നത്. കാരണം അവന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ വാദിച്ചിട്ട് കാര്യമില്ല. അവർ ഉദ്ദേശിക്കുന്നത് ഇവർ എങ്ങനെയെങ്കിലും കോർണർ ഇത് അനീഷിനെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്ന് വെച്ചാൽ അത് വളരെ ക്ലിയർ ആയിരുന്നു. പിന്നെ അതിനെല്ലാവരും ഒത്തുചേർന്നു. ഇതിൽ ഏറ്റവും വലിയ ഒരു ഡേർട്ടി ഗെയിം, അവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഗെയിം ആയിരിക്കാം, ഡേർട്ടിയും ഗെയിം കളിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, മിസ്റ്റർ ഒനിയിലാണ് അവിടെ കളിച്ചിട്ടുള്ളത്. രേണുസുതി ഇത് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് തന്നെ ശാരികനോടല്ല മറ്റേ ശൈത്യനോട് സമ്മതിച്ചു, എനിക്ക് നിങ്ങൾ നൂറേനോടൊക്കെ സമ്മതിച്ചു, എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അവിടെ അവർ പൊളിറ്റിക്സാണ് കളിച്ചിട്ടുള്ളത്. അനീഷിൻ്റെ ടീമിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയാണ് അവിടെ കളിച്ചതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പാനി ശരാത്തൊക്കെ ഭയങ്കര ഇതിലൊക്കെ സംസാരിക്കുന്നത്. അപ്പാനി വേറെ കാര്യം പറഞ്ഞു, ഇത്രയധികം വേൾഡ് വൈഡ് ഹിറ്റാക്കിയിട്ടുള്ള പാട്ടിന് നിങ്ങൾ ലാസ്റ്റാണ് തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണേണ്ടത് ഈ ഒരു ഫ്രെയിമാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ ഫോട്ടോ വീണ്ടും കാണിക്കുന്നത്. ഇതിൽ മിണ്ടാതിരിക്കുന്ന സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ടുള്ള ഇവരെ അനീഷിനെ അടിച്ചിരുത്താനുള്ള പരിപാടിയാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഇനി ഒരു ടാസ്കും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ടാണ് ഡിസൈഡ് ചെയ്യുക ആരാണ് നമ്മുടെ ഡാർക്ക് റൂമിലേക്ക് പോകുന്നത് എന്നുള്ളത്. ഇത് അജ്ഞാതവാസത്തിലേക്ക് ഏത് വ്യക്തിയാണ് പോകുന്നത് എന്നുള്ളത് അപ്പോഴാണ് ഡിസൈഡ് ചെയ്യുക. അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഇതിലുള്ള ഏറ്റവും വലിയ പ്ലെയർ ഇപ്പോഴും പുറത്തിരിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ബിഗ് ബോസ് ഇപ്രാവശ്യം 7ൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 എനിക്കൊന്ന് 7ൻ്റെ അല്ല ഒരു 49ൻ്റെ പണിയും കൊണ്ടാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ബിഗ് ബോസിൻ്റെ വക അതിൻ്റെ മേലെ അതുക്കും മേലെ ഒരു സാധനം മൂപ്പര വക ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ നിൽക്കുന്നത്. ബാക്കി ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.